പൈശാചിക ഷർറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കുടുംബങ്ങളിലെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, അതേപോലെ ഭർത്താക്കൾക്ക്, ഭാര്യമാർക്കൊക്കെ പിശാചിന്റെ ബാധയേറ്റ് ഈ ശൈത്വാനീയത്തിന്റെ വിഷയങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അവരുടെ ഈ ശൈത്വാനിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്നൊന്നടക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ചെയ്താൽ ഏതു വലിയ ശൈത്താനും അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതറിയുന്ന ആളുകളുടെ അടുക്കൽ കൊണ്ടുപോയി ഒഴിവാക്കി തന്നെ വേണം. ചിലതൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് അടക്കി നിർത്തേണ്ടി വരും. അങ്ങനെ അടക്കി നിർത്താൻ പറ്റുന്ന ഒരു അമലാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ പിശാചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ പിശാചിന്റെ ഒരു പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമോ, അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഷെറുകളൊക്കെ ഉണ്ടാവുമെന്ന്. ഇതൊക്കെ ഇത്തരം വിഷയങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ അടുത്ത് എന്നെ ഒരാള് ഞാനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇതൊന്നും ഇങ്ങനെ സംഭവിക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, എൻ്റെ മോൻക്ക് അതുണ്ടായപ്പോൾ എനിക്ക് നേരിട്ടത് ബോധ്യപ്പെട്ടു എന്ന്. ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ താഴെ അവരുമായി ബന്ധപ്പെട്ട് ഈ പിശാചിന്റെ പ്രശ്നങ്ങളുള്ളവരൊക്കെ എഴുതി അറിയിക്കുന്ന നിങ്ങൾക്ക് കാണാം. ഇത് സംഭവിച്ച ആളുകൾക്ക്, ഇത്തരം ബാധ വന്ന ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനൊക്കെ സാധിക്കും. അപ്പൊ എങ്ങനെ ഇത് നമുക്ക് കൃത്യമായി ഇത് ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളത് ഞാനിതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പിശാചു ബാധ എന്ന് പറഞ്ഞാൽ എന്താണ്, ശൈത്വാനീയത്തിന്റെ ഒരു ഷർറ്, മറ്റുള്ളവർക്ക് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അത് യഥാർത്ഥത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ റൂഹാണോ യഥാർത്ഥത്തിൽ ഇയാളുടെ ശരീരത്തിലേക്ക് വരുന്നത്, അതല്ല പിന്നെ എന്താണ് ഈ സംഭവിക്കുന്നത്, ഖരീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഇത് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണം എന്നുള്ളവർക്ക് ഈ ചാനലിന്റെ താഴെ പോയി നോക്കിയാൽ അത് കൃത്യമായി കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിലൂടെ കൃത്യമായിട്ട് എന്താണ് ഈ സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ പിശാച് ബാധ ഏറ്റ ആളുകള് അവർ വളരെ അക്രമാസക്തമാകുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും ഇങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഉസ്താദുമാരുടെ അടുത്തോ തങ്ങന്മാരുടെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് അവരിറങ്ങാൻ കൂട്ടാക്കൂല. അന്നത്തെ ദിവസം എല്ലാം ഒരു ഡിലേ ആക്കും. അവര് എഴുന്നേൽക്കാൻ കുറച്ച് വൈകും. അതേപോലെ തന്നെ എത്ര വിളിച്ചാലും എഴുന്നേൽക്കൂല. ഇനി അവര് ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാൻ 1 മണിക്കൂറൊക്കെ എടുക്കും. അങ്ങനെ വളരെ എല്ലാ കാര്യത്തിലും പിന്തിപ്പിച്ച് നമ്മളൊക്കെ ഒരു 6 മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞവർ ഇവിടെ എത്തുന്നത് 10 മണിക്കൊക്കെ ആയിരിക്കും. അങ്ങനെ പിന്തിപ്പിച്ച് അതിനെ അവരെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താലേ ചിലപ്പോൾ ഇറങ്ങുകയും ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിശാചുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പലരുടെയും വീട്ടിൽ പോയിട്ട് പറഞ്ഞതും ചെയ്തതും കണ്ടതും ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടതൊക്കെ ഉണ്ട്. അതിൽ പലതും ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നും അതിന് സമയം കിട്ടലില്ല. അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ പലരും എത്രത്തോളം ഈ ഒരു വിഷയം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്ക് തിരിയുന്നത് അവരവരുടെ കുടുംബങ്ങളിൽ അവരനുഭവിക്കുന്ന ആ ഒരു പ്രയാസങ്ങൾ കാണുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വളരെ പെട്ടെന്ന് അവരനുഭവിക്കുന്ന ശൈത്വാനീയത്തിന്റെ പിശാചിന്റെ പ്രശ്നങ്ങളെ തൊട്ട് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വലിയ സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനലിൽ പറയുന്ന ഒരുപാട് വീഡിയോസുകൾ കണ്ട് അതിൻ്റെ അമലുകളൊക്കെ ഓരോരുത്തരും ചെയ്ത് ഓരോ ദിവസവും എനിക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച്, ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചൊക്കെ അറിയിക്കുന്ന ഒരുപാട് സന്തോഷ വാർത്തകളുണ്ട്. അതിൽ ചിലതൊക്കെ ഞാനിവിടെ അറിയിക്കാറുണ്ട്. അതിൽ വലിയ സന്തോഷമുള്ളത് ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്ത അമലുകളുണ്ട്. പ്രത്യേകിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ അമല്, അതേപോലെ തന്നെ സൂറത്തുൽ ഫത്ഹിന്റെ അമല്, തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു അമല്, പുരുഷന്മാർക്ക് മാത്രം പള്ളിയിൽ വെച്ച് ചെയ്യേണ്ട ഒരു അമല്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ പോയാൽ കാണാൻ സാധിക്കും. ആ അമലുകളൊക്കെ ചെയ്തപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയ സന്തോഷ വാർത്ത അറിയിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ ഇനിയും ഒരുപാട് ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അപ്പോൾ ഇത്തരം ശൈത്വാനീയത്തിന്റെ ഒരു പ്രയാസങ്ങൾ പെട്ടെന്ന് അടക്കാനുള്ളത്, അതൊന്ന് നിങ്ങൾക്ക് വല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് ഇതൊക്കെ താൽക്കാലികമാണ്. ഇത് പെർമനന്റ് ആയിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് ഇബ്താല് ചെയ്യാൻ അറിയുന്ന ആളുകളുടെ അടുക്കൽ പോയിട്ട് അത് ബാത്തിലാക്കുക തന്നെ വേണം. എന്നാലേ അതൊക്കെ ഒഴിവായി പോവുള്ളൂ. ഇത് താൽക്കാലികമായിട്ടൊരു കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ അടക്കി നിർത്താനുള്ള ഒരു അമലാണ് ഈ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി, നല്ല ഫലം അതിന് കാണും. അതിന് ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആനിലെ
സൂറത്തുൻ നജ്മിലെ 58-ാമത്തെ ആയത്ത്, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. ഒന്ന് ചൊല്ലി നോക്ക്, വളരെ പെട്ടെന്ന് ചൊല്ലാൻ പറ്റും. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. ഇത് 1150 പ്രാവശ്യം അവരുടെ മുമ്പിൽ വെച്ച്, ഈ ഇളകുന്ന ആളുകളുണ്ടല്ലോ അവരുടെ മുമ്പിൽ വെച്ച് ചൊല്ലുക. അതിനുശേഷം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ളത് 818 പ്രാവശ്യം അവരുടെ മുമ്പിൽ വെച്ച് ചൊല്ലുക. എന്നിട്ട് പറയാൻ അറിയുന്ന ആളുകളാണെങ്കിൽ ഈ ശൈത്വാനിയത്ത് ഇളകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നതും ഇത്തരം വിഷയങ്ങളൊക്കെ അറബിയിൽ പറയാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയുക. ഇല്ലാന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പറയാൻ കഴിയുന്നവർ പറയുക. അതിനെ പരമാവധി അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യുക, അല്ലാത്തവരിത് മാത്രം ചൊല്ലിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇൻഷാ അല്ലാഹ് അറിയാത്തവരെ ഇത് ഈ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ എന്നുള്ളത് 1150 പ്രാവശ്യം പറയാം. അതിൽ ഒരു 100 തവണ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആയിട്ട് പറയണം. അപ്പോൾ ഒരു 100 തവണ കഴിയുന്ന സമയത്ത് ഒരു ചെറിയ ഗ്യാപ്പ് വേണമെങ്കിൽ എടുക്കുക. ആ ഗ്യാപ്പിന്റെ സമയത്ത് സ്വലാത്തൊന്ന് ചെല്ലുന്നതിന് തടസ്സമില്ല. അവിടെ വേണമെങ്കിൽ വാങ്ങ് കൊടുക്കുകയും ചെയ്യാം. ഈ 2 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് അവിടെ ചെയ്യുക, ആ ഒരു ഗ്യാപ്പിൽ ഇടാം. അത് ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ളത് 818 പ്രാവശ്യം ചൊല്ലുക. ഇതോടുകൂടെ ഇത് നിങ്ങൾ പൂർണ്ണമായും ചൊല്ലുന്നതോടുകൂടെ ആ ഒരു ഷർറ് താൽക്കാലികമായിട്ട് അടങ്ങും. ഞാൻ പറഞ്ഞല്ലോ ഇത്തരം വിഷയങ്ങളൊക്കെ അത് വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ്. അതൊക്കെ പൂർണ്ണമായും അത് ഒഴിവാണെന്നുണ്ടെങ്കിൽ അത് ഇബത്വാൽ ചെയ്യണം, അത് ബാത്തിലാക്കണം. അപ്പൊ ബാത്തിലാക്കാൻ അതിന്റെ പ്രവർത്തനങ്ങൾ അറിയുന്ന ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഇറങ്ങിയാലാണ് അത്തരം വിഷയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് നമുക്ക് ബാത്തിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്വാന്റെ സകല ഷർറുകളെ തൊട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമ്മുടെ ചാനലിൽ വരുന്ന ഓരോ വീഡിയോസുകളും കണ്ട് അതിൻ്റെ അമലുകളൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല റിസൾട്ട് അള്ളാഹു നൽകട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഏത് അമലുകൾ ചെയ്യുകയാണെങ്കിലും ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഫലിക്കണമെങ്കിൽ നിസ്കാരം നിലനിർത്തണം, 5 വഖ്ത് നിസ്കാരം നിലനിർത്തണം, ഹറാമിൽ നിന്ന് അകന്നു നിൽക്കണം. നമ്മുടെ വീടിൻ്റെ അകത്തളത്തിൽ ഹറാമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നാം പകർത്തുമ്പോഴാണ്, നല്ല ശുദ്ധമായ ജീവിതം നയിക്കുമ്പോഴാണ് നാം ചെയ്യുന്ന അമലുകൾക്ക് ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഒരു കാട്ടിക്കൂട്ടലാവൂലേ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നമ്മൾ ഇത്തരം വീഡിയോസുകൾ ചെയ്യാനും ഈ ചാനലൊക്കെ തുടങ്ങാനൊക്കെ കാരണം ഒരുപാട് ആളുകളെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാനല്ലേ. അപ്പൊ ഇത് നിങ്ങൾ നിരന്തരം കേൾക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. ഇത് കേൾക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, 5 വഖ്ത് നിസ്കാരം ഒരു കാരണവശാലും ഖളാ ആക്കുന്ന സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. 5 വഖ്ത് നിസ്കാരം നിർബന്ധമായി നിലനിർത്തണം. ഒരൊറ്റ ആൾ ഇപ്പൊ തന്നെ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്കുക, എൻ്റെ ജീവിതത്തിൽ ഇന്ന് എത്ര വഖ്ത് നിസ്കാരം ഖളാ ആയി. ഞാൻ ഈ വീഡിയോ കേൾക്കുകയാണ്, ഇനി ആ നിസ്കാരം ഖളാ ആക്കൂല എന്ന മനസ്സിൽ ചിന്ത വരിക. പെട്ടെന്ന് മരിച്ചു പോയിന്ന് സങ്കല്പിക്കുക. അള്ളാഹു എല്ലാം പുറത്തു തരൂലേ. നല്ലൊരു നീയത്തോടു കൂടെ എല്ലാം മരണപ്പെട്ടെ. ഇപ്പൊ തന്നെ പ്രിയമുള്ളവരാ നീയത്ത് മനസ്സിൽ വെക്കി ഹറാമുമായിട്ട് അകന്ന് നിൽക്കുക. അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, അന്യ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് സ്വന്തം ഭാര്യയെയും ഭർത്താവിനെയൊക്കെ വഞ്ചിച്ച് വല്ല ബന്ധങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളവര് പൂർണ്ണമായും അത് നിർത്താൻ വേണ്ടി, ശബ്ദം കേൾക്കുന്ന ഈ സമയം തന്നെ അത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നിയ്യത്തുകൾ എടുക്കുക. ഇത്തരം നല്ല നല്ല നിയ്യത്തുകൾ എടുത്ത് ജീവിതത്തിനെ ക്രമപ്പെടുത്തുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ കാവല് നൽകും. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു വലിയ ഫലം നമുക്ക് നൽകും. അങ്ങനെ ജീവിക്കുമ്പോൾ, സ്വലാത്ത് ചൊല്ലി ജീവിക്കുമ്പോൾ നമ്മുടെ നാക്ക് നല്ല അസറുള്ള നാക്കായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാഹിന്റെയും ഖൈറിന്റെയും മഹലുകാരിൽ സാധുക്കളായ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.